നമസ്കാരം. പാലക്കാട് പട്ടാപ്പകൽ ഹമാസ് തീവ്രവാദികളെ വീരപുരുഷനാക്കി ചിത്രീകരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തിൽ NIA സംഘം അന്വേഷണത്തിനെത്തുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികൾ രാജ്യവിരുദ്ധ നീക്കങ്ങൾ പാലക്കാട് നടന്നതായി വിവരം ലഭിച്ചിരുന്നു. പാലക്കാട് തീവ്രവാദത്തിന്റെ വേരോടൽ ശക്തമായിരിക്കുന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ തീവ്രവാദത്തെ വേരോടെ തുടച്ചു നീക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പലസ്തീനോട് ഇന്ത്യക്ക് അനുഭാവമുണ്ടെങ്കിലും ഹമാസിനെ തീവ്ര വിഭാഗമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഇതോടെ പാലക്കാട് നടന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന വിലയിരുത്തലുകളാണ് NIA നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീവ്രവാദത്തിനെതിരെയും ഹമാസ് തീവ്രവാദികൾക്കെതിരെയും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിൽ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ചില മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങളെ കേന്ദ്രം വെച്ചുപറപ്പിക്കില്ല. പാലക്കാട്ടെ ഈ പ്രവർത്തികൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു എന്ന റിപ്പോർട്ടിലേക്കാണ്. ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയതാണ് പൊല്ലാപ്പായിരിക്കുന്നത്. പാലക്കാട് തൃത്താതലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ് നടത്തിയത്. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചത്. തീവ്രവാദികളായ ഇസ്മയിൽ ഹനിയെ, യഹിയ സിൽവാൻ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകളുടെ മുകളിലായി ഉയർത്തുകയായിരുന്നു. ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപട തെക്കേ ഭാഗം എന്ന ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. തൃത്താതല മുസ്ലിം പള്ളി ഉറൂസിൽ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് വീരപരിവേഷം നൽകിയതിനെതിരെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെതിരെ കണ്ണടയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നാലെ ദുരൂഹത നീക്കാൻ സാക്ഷാൽ NIA തന്നെ എത്തുകയാണ്. ഇതോടെ പാലക്കാട് ചുരുളഴുന്നത് തീവ്രവാദ ഗൂഢാലോചനയാണ്. ആരൊക്കെ തീവ്രവാദത്തിന്റെ കണ്ണികളായിട്ടുണ്ട്, അവരുടെ കാര്യത്തിലെല്ലാം ഇതോടെ തീരുമാനമാകും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.